നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ശിവപുരാണം പഞ്ചാക്ഷര മാഹാത്മ്യം കിളിപ്പാട്ട് ഭാഗം 2. എന്നതു കേട്ട നൃപൻ ഭീതനായി വിറയൽ പൂണ്ടുന്നത സ്വഭാവത്തെ ത്യജിച്ചു വിനീതനായി. എന്നുടെ മനോരമേ ശൈവമാം പഞ്ചാക്ഷരം എന്നെ നീ ഗ്രഹിപ്പിക്ക കന്നൽ നേർമിഴിയാളെ. എന്നുടെ ശരീരം കൊണ്ടെന്തുവാനയ്യോ ഫലം, നിന്നുടെ പൂമൈ പൂൺമാൻ കർമ്മമില്ലെനിക്കെങ്കിൽ. രാജ്യവും പ്രജകളും എന്തിനു വൃഥാഫലം, പ്രാജ്യ ദുഷ്കർമ്മങ്ങൾക്കു പാത്രമായല്ലോ ഞാനും. ഇത്തരം പറഞ്ഞതീ ദീനനാം ഭർത്താവിനോടുത്തരമുര ചെയ്താളുത്തമ കലാവതി. എന്നുടെ ഗുരുനാഥനല്ലയോ ഭവാൻ നാഥ, മന്നവ മന്ത്രം ഗ്രഹിപ്പിക്കമേ യോഗ്യമല്ല. നമ്മുടെ കുലഗുരു ഗർഗമാമുനി ശ്രേഷ്ഠൻ കൽമശാപഹം മഹാമന്ത്രത്തെ ഗ്രഹിപ്പിക്കും. ചെന്നു നീ മുനീന്ദ്രന്റെ ചേവടി പിടിച്ചാലും എന്നു തൻ മഹിഷിയാലുക്തനാം മഹീപതി. എങ്കിൽ നാം ഗുരുവിനെ സേവിപ്പാൻ പോകെന്നുടൻ പങ്കജാക്ഷിയും താനും കൂടവേ പുറപ്പെട്ടു. ഗർഗമാമുനിയുടെ പാദപങ്കജങ്ങളിൽ അർഗളാഭുജൻ വീണു വണങ്ങിയുണർത്തിച്ചാൻ. താപസപ്രവരനാം ദേശിക ശിഖാമണേ, താപസംഭ്രമം തീർത്തു കാത്തുകൊള്ളുക മാം ഭവാൻ. പാപരാശികൾ വന്നു മൂടുവാൻ തുടങ്ങുന്നു, പാപകാരിയാമെന്നെ പാലനം ചെയ്യുക ഭവാൻ. നാടുവാഴുക മൂലം നാട്ടിലെ ദുരിതങ്ങൾ തേടി വന്നടിയനെ വീടാക്കി വസിക്കുന്നു. തോടുകൾ പുഴകളും വാരിധി ജലം തന്നിൽ കൂടുമെന്നതുപോലെ പാപങ്ങളെങ്കൽ കൂടി. മാടണി മുലയാളാമെന്നുടെ ഗൃഹിണിയെ ചൂടുകൊണ്ടടിയനു തൊട്ടുകൂടാതെ തീർന്നു. കേടുകൾ പലതുണ്ടു മൂഢനാമടിയനു, പാടുകൾ പെടുന്നതീനൊക്കവേ പാപം മൂലം. നാടകമല്ലൻ ഗുരുനായകൻ ബോധിക്കേണം, നാടകം പാലിപ്പാൻ ഞാനാളല്ലാതായി വന്നു. ഹാടകരത്നങ്ങളും ആയുധങ്ങളും നല്ല ഘോടകങ്ങളും തേരും വാരണപ്പടകളും പാടകങ്ങളും കേളിമാടവും പദവിയും ചേടന്മാരും ചേടി വൃന്ദവും വൃഥാഫലം. കാടകം പുക്കു കാലം കഴിച്ചേ സുഖം വരൂ, ഗൂഢകർമ്മങ്ങൾ ചെയ്യുക കൊണ്ടിതു വരാൻ ബന്ധം. ഗൂഢമെങ്കിലും ഭവാനജ്ഞസ പഞ്ചാക്ഷരം, മൂഢനാമടിയനെ ഗ്രഹിപ്പിക്കണം സ്വാമിൻ. മന്ത്രമാം ദിവാകരൻ എന്നുടെ പാപങ്ങളാമന്ധകാരങ്ങൾ നീക്കി സ്വച്ഛത വരുത്തിയിടും. ബുദ്ധിപൂർവകമായി ചെയ്തതും അറിയാതെ ബദ്ധമായതു പുരാ ചെയ്തതും ചെയ്യുന്നതും. സർവകൽമഷം നശിച്ചിടുവാൻ എനിക്കുന്നു, സർവമന്ത്രത്തെ ഗ്രഹിപ്പിക്ക നീ നമോസ്തുതേ. ഇത്തരം നരേന്ദ്രന്റെ വാക്കുകൾ കേട്ടു ഗർഗൻ സത്വരം ഗിരാനിരാതങ്കനാക്കിനാൻ നൃപം. കാളിന്തി തടം തന്നിൽ കൊണ്ടു ചെന്ന രജനെ കാളകണ്ഠന്റെ മന്ത്രം മാമുനി ഗ്രഹിപ്പിച്ചു. കാളിന്തി ജലം തന്നിൽ സ്നാനവും നിയമവും വ്യാളഭൂഷണാകൃതി ധ്യാനവും ചെയ്തു നൃപൻ. പഞ്ചവർണമാം മന്ത്രമുച്ചരിച്ചതു നേരം പഞ്ചപാതകങ്ങൾക്കും ചാഞ്ചല്യം പിടിപെട്ടു. ക്ഷോണി നായകൻ തൻ്റെ മസ്തകേ മഹാമുനി പാണികൾ നിവേശിച്ചു നിന്നിദൂക്ഷണ നേരം. തൽക്ഷണം ദശാർഹന്റെ വിഗ്രഹം തന്നിൽ നിന്നു പക്ഷിരൂപിണികളായി പാതക സമൂഹങ്ങൾ ആകവേ പറന്നിതു സംഖ്യയില്ലതിന്നേതും. കാകരൂപികളെല്ലാം കൃഷ്ണമാം വർണ്ണത്തോടെ
ഭൂതലേ വീണു പക്ഷം കരിഞ്ഞു മരിച്ചിതു. ഭീതി പൂണ്ടഴലുന്നു കാകന്മാർ ബഹുവിധം. ബന്ധമെന്തിതിനെന്നു ചോദിച്ചു മഹീപതി. ബന്ധുവാം മുനിശ്രേഷ്ഠൻ അന്നേരമരുൾ ചെയ്തു. ജന്മകോടികൾ തോറും സഞ്ചിതമായ നിന്റെ കൽമഷപ്രപഞ്ചമിക്കാകന്മാരശേഷവും പാപസഞ്ചയത്തേക്കാൾ പുണ്യങ്ങളേറും കാലം ഭൂതലേ ഭവാൻ ദിവ്യ യോനിയിൽ ജാതനായി. പാപങ്ങൾ പുണ്യത്തെക്കാളേറുന്ന കാലം ഭവാൻ പാപയോനിയിൽ ജനിച്ചിടിനാൻ പലവട്ടം. പാപപുണ്യങ്ങൾക്കിപ്പോൾ തുല്യത ഭവിക്കയാൽ ഭൂപനായി പിറന്നിതു രണ്ടിലുമില്ല മോക്ഷം. ഇന്നുടൻ പഞ്ചാക്ഷര ഗ്രഹണം ഹേതുവായിട്ടൊന്നൊഴിയാതെ പാപസഞ്ചയം പുറം വാങ്ങി. സ്വർണമോഷണം സുരാപാനവും വൃഷാകഥാവർണ്ണനം ഗുരുതൽപക്രാന്തിയും ശിശുവധം. ബ്രഹ്മഹത്യകൾ പരദ്രോഹങ്ങൾ പലതരം ബ്രഹ്മസ്വദേവസ്വാപഹാരങ്ങളിവയെല്ലാം വായസാകാരം പൂണ്ടു ഭസ്മമായി വസിക്കുന്നു. ഭൂയസാവികൽമശനായി നീ മഹീപതേ. മന്ത്രവൈഭവമിതെന്നോർത്തുകൊൾഗടോ ഭവാൻ. മന്ത്രദേവതാ പ്രീതി കൊണ്ടു നീ വിശുദ്ധനായി. ആര്യനാം ഭവാനിനി സ്വൈരമാം വണ്ണം ഗൃഹേ ഭാര്യയോടൊരുമിച്ചു സന്തതം വാണുകൊള്ളുക. അന്തകാന്തകനോടും പാർവതീദേവിയോടും അന്ത്യകാലത്തിൽ നിങ്ങൾ ചേരുമിങ്ങിരുവരും എന്നരുൾ ചെയ്തു മുനി മുന്നടന്നരുളിനാൻ. പിന്നാലെ നരേന്ദ്രനും ഭാര്യയും നടകൊണ്ടു. തന്നെ പുരം പുക്കു ഭൂപനും മഹിഷിയും ധന്യനാം മുനീന്ദ്രനെ തൊഴുതു യാത്ര ചൊല്ലി. തന്മണിപ്രസാദത്തെ പ്രാപിച്ചു സകൗതുകം. ധർമ്മപത്നിയെ പുണർനീടിനാൻ ഗാഠം ഗാഠം. ചന്ദ്രരശ്മിയേക്കാളും ശൈത്യമുള്ളൊരു ഗാത്രം സുന്ദരിക്കതു നേരം ജാതമെന്നായി നൃപൻ. ചന്ദനം പനിനീരും ചന്ദ്രകാന്തവും മമ സുന്ദരീ ശരീര സൗഖ്യത്തിനു സമമല്ല. ചന്ദ്രശേഖര ശിവ ശങ്കര പുരാന്തക ചന്ദ്രഭാസ്കരാനലക്തീക്ഷ്ണ നമോസ്തുതേ. ഇത്തമീശ്വരസ്തുതി തൻ പരൻ ധരാധിപൻ സിദ്ധമന്ത്രാനുഭവം കാരണം കൃതാർത്ഥനായി. മധുരാപുരം തന്നിൽ മാനിനി മണിയോടെ സാധുപാലനം ചെയ്തു വാണിതു യഥാസുഖം. കാമദം പഞ്ചാക്ഷരം മന്ത്രമെന്നറിഞ്ഞാലും മാമുനി ശ്രേഷ്ഠന്മാരെ മംഗളം ശുഭം ശുഭം. പഞ്ചാക്ഷരമാഹാത്മ്യം സമാപ്തം.